അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മുസ്തഖ്ബില്, മാറൂഫ്, മുസ്ബത്ത് പറഞ്ഞു. മുസ്തഖ്ബില്, മാറൂഫും മൻഫിയും പറഞ്ഞു അല്ലേ? ഇത് രണ്ടല്ലേ പറഞ്ഞിരുന്നത്? മുസ്തഖ്ബില് മാറൂഫ് അല്ലേ പറഞ്ഞിരുന്നത്? അതിന്റെ രണ്ടെണ്ണം അല്ലേ? ഇന്നിപ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുള്ളത് മുസ്തഖ്ബില് മജ്ഹൂലാണ്. ഇപ്പൊ തുടക്കം മുതൽ ആലോചിച്ച് നോക്കുമ്പോ നമ്മളിപ്പോ എവിടെ എത്തി? തുടക്കം മുതൽ ആലോചിച്ച് നോക്കുമ്പോ നമ്മള് കലിമത്തിനെ നാലാക്കി തിരിച്ചിട്ടാണ് തുടങ്ങിയിരുന്നത് അല്ലേ? ഫീല്, ഇസ്മ്, അങ്ങനെ. പിന്നെ അതിനുശേഷം പിന്നെ ഫീലുകൾ തന്നെ നാലാക്കി തിരിച്ചു. മാദി, മുളാരി, അംറ്, നഹി. മാദി, മുസ്തഖ്ബിൽ, അംറ്, നഹി. പിന്നെ അതിലുള്ള മാദീനെ പറ്റി വീണ്ടും നാലാക്കിയിട്ട് വേർതിരിച്ചു. പിന്നെ മാദി ഏതൊക്കെയാക്കി വേർതിരിച്ചു? ഒന്ന്, കഴിഞ്ഞു പോയ കാലത്തില് മാദി മാറൂഫ് മുസ്ബത്ത്, മാദി മാറൂഫ് മൻഫിയും, മാദി മജ്ഹൂൽ മുസ്ബത്തും, മാദി മജ്ഹൂൽ മൻഫിയും. അങ്ങനെ നാലെണ്ണാക്കിയിട്ട് തിരിച്ചു. ഓക്കെ. അതിനുശേഷം പിന്നെ നമ്മൾ മുളാരിയിലേക്ക്, മുസ്തഖ്ബിലേക്ക് കടന്നു. മുസ്തഖ്ബിലിനെയും ഇനി എന്താണ് നാലാക്കിയിട്ട് തിരിക്കാൻ പോകണം. അപ്പൊ അതിലെ ഫസ്റ്റ് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ഇനി മുസ്തഖ്ബില് മാറൂഫ്, മുസ്തഖ്ബില് മാറൂഫ് മുസ്ബത്തും പറഞ്ഞു, മുസ്തഖ്ബില് മാറൂഫ് മൻഫിയും പറഞ്ഞു. അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതോ വരാൻ പോകുന്നതോ ആയ കാലത്ത് ഒരു കാര്യം നടന്നു, അല്ല ഒരു കാര്യം നടക്കുന്നു, അല്ലെങ്കിൽ നടക്കും. ഓക്കെ, അങ്ങനെ എങ്ങനെ പറയാം? ഈ ഒരു കാര്യം നടക്കുന്നില്ല എന്നെങ്ങനെ പറയാം എന്നുള്ളതിനൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഈ അറബിയില് ചില വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും നമ്മൾ ഇതിൻ്റെ ഇടയിലെ ആക്ടിവിറ്റീസുകളിലൂടെ ഒക്കെ ആയിട്ട് പഠിക്കുകയും ചെയ്തു. അപ്പോ കുറച്ച് വാക്കുകളൊക്കെ നമുക്കറിയാം, അതിന്റെ അർത്ഥങ്ങൾ അറിയാം. അപ്പൊ അതനുസരിച്ച് ഇപ്പോ ഭൂതകാലത്ത്, കഴിഞ്ഞു പോയ കാലത്ത് ഏകദേശം കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലെങ്കിൽ ചെയ്തില്ല എന്ന് എങ്ങനെ ഉപയോഗിക്കാന്ന് പറയാം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ ചെറിയ സെന്റൻസുകളൊക്കെ ഉണ്ടാക്കി നോക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പൊ ജെയ്ത് പോയി എന്നുള്ളതിന് എങ്ങനെ പറയാം? ദഹബ ജെയ്ദ് എന്ന് പറയാം. ജെയ്ദ് പോകുന്നു എന്നാണെങ്കിലോ യദ്ഹബു ജെയ്ദ് എന്നാ പറയാം. യദ്ഹബു ജെയ്ദ് എന്നാ പറയാം. ഈ ജെയ്ദും അമ്രും ഉണ്ട്. ജെയ്ദും അമ്രും ഉണ്ടെങ്കിൽ ദഹബ ജെയ്ദും അമ്രും എന്നാ പറയാം. അവര് രണ്ടാൾക്കാരും പോയി എന്നുള്ളതാകുമ്പോ ദഹബ ജെയ്ദും അമ്രും. രണ്ടാൾക്കാർക്കാകുമ്പോ നമ്മൾ ദഹബ എന്ന് ഉപയോഗിച്ചു, ദഹബ എന്നല്ല ദഹബ എന്ന് ഉപയോഗിച്ചു. ഈ മുളാരി ആകുമ്പോ രണ്ടാൾക്കാരും പോകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് യദ്ഹബാനി സെയ്ദും അമ്രും എന്ന് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, സെയ്ദും അമ്രും യദ്ഹബാനി എന്ന് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അത്തരം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ മുസ്തഖ്ബിലിലെ തുടക്കത്തിലെ രണ്ട് കാര്യങ്ങളും എത്തി. ഈ മുസ്തഖ്ബില് മജ്ഹൂൽ മുസ്ബത്തും മുസ്തഖ്ബിൽ മജ്ഹൂൽ മൻഫിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. മുസ്തഖ്ബിൽ മജ്ഹൂല്, മുസ്തഖ്ബിൽ മാറൂഫ് എന്താണ് പറഞ്ഞത്? ഇപ്പൊ പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ കാലത്ത് ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ പറയാം. ഓക്കെ, ഇനി മജ്ഹൂലാകുമ്പോഴോ? മജ്ഹൂലാകുമ്പോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അതിന്റെ ഈ ഇതിനറിയില്ല, അതിന്റെ ഫായിലിന് അറിയില്ല. മജ്ഹൂലും മാറൂഫും തമ്മിലുള്ള വ്യത്യാസം അതാണല്ലോ. മാറൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ചെയ്ത ആളറിയാം. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ ചെയ്ത ആൾ അറിയില്ല. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്
എങ്ങനെയാ മജൂൽ എന്ന് പറയാം. മജൂല് മാളി നമ്മൾ പറഞ്ഞു. ഇപ്പൊ ദുരിബ, ഒരു ചങ്ങായിക്ക് അടി കിട്ടി എന്നറിയാം. അപ്പോ അപ്പൊ അതെങ്ങനെ പറയാം? ആരാണ് അടിച്ചതെന്ന് അറിയില്ല, അപ്പൊ ദുരിബ എന്ന് പറയാം നമുക്ക്. ദുരിബ പറഞ്ഞാൽ അവൻ അടി കിട്ടി, അടി കിട്ടിയത് അവർക്ക് അറിയില്ല. അതല്ലെങ്കിൽ ഒന്നെങ്കിൽ അറിയില്ല, അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശമില്ല. നമുക്ക് എത്രേ പറയേണ്ടതുള്ളൂ. ഓൻക്ക് അടി കിട്ടി, ഒരാൾക്ക് അടി കിട്ടി എന്നേ പറയേണ്ടതുള്ളൂ. ആരാണ് അടിച്ചതെന്ന് സൂചിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, പദം എങ്ങനെ ഉപയോഗിക്കാം? ദുരിബ സെയ്ദുൻ എന്ന് ഉപയോഗിക്കാം. അപ്പൊ സെയ്ദിനാണ് ദുരിബ എന്ന് ഉപയോഗിക്കാം. സെയ്ദിനാണ് അടി കിട്ടിയതെങ്കിൽ ദുരിബ സെയ്ദ് എന്ന് ഉപയോഗിക്കാം. ഇനി സെയ്ദ് കൊല്ലപ്പെട്ടു, ആരാണ് കൊന്നതെന്ന് അറിയില്ല, കൊലയാളി ആരാണെന്ന് അറിയില്ല, അപ്പൊ എങ്ങനെ ഉപയോഗിക്കാം? കുത്തില സെയ്ദ് എന്ന് ഉപയോഗിക്കാം. ഓക്കെ, അതാണ് നമ്മൾ മാദി മജൂൽ പറഞ്ഞത്. അപ്പൊ ഈ മുസ്തഖ്ബിൽ മജൂലിലേക്ക് വരുമ്പോ ആ സെയിം സാധനം ഇവിടേക്ക് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പൊ അർത്ഥം ഒരാൾ കൊല്ലപ്പെടുന്നു, അല്ലെങ്കിൽ ഒരാൾ കൊല്ലപ്പെടും. ഇപ്പോ നാളെ അവൻ കൊല്ലപ്പെടും, ഒരാൾ ഒരു ഭീഷണിക്ക് എത്തിയതാണ്, നാളെ എന്ത് ചെയ്യും? ഒരാള് കൊല്ലപ്പെടും. യുക്തലു, അപ്പൊ യുക്തലു എന്നാ പറയാ. യുക്തലു ചെയ്ത് നാളെ അയാൾ കൊല്ലപ്പെടും. അല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും? അടി കിട്ടും. യുറബു, നാളെ അതെ, നാളെ അടി കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആരാണ് അടിച്ചറിയില്ല, ഇരുട്ടടിയാണ്, അങ്ങനത്തെ സമയത്തുണ്ടെങ്കിൽ യുറബ് ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ അതാണ് അർത്ഥത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത്. ഇനി ഈ പദത്തിൽ എന്ത് മാറ്റമാണ് വരുന്നത്? അപ്പൊ ഈ മുലാരി പറയാൻ വേണ്ടിയിട്ട് എഫ്അലു ആണ്, മുലാരി മാറൂഫ് പറയാൻ വേണ്ടിയിട്ട് എഫ്അലു ആണ് നമ്മൾ ഉപയോഗിച്ചത് അല്ലേ? ഫഅല യഫ്അലു, യഫ്അലു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്യാണ് ഒരാള്. ഇനി ഒരാൾ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അയാളല്ല പ്രവൃത്തി ചെയ്യുന്നത്, അയാളുടെ മേലെ ആ പ്രവൃത്തി നടക്കുകയാണ്, വേറെ ആരോ ആണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് യുഫ്അലു എന്നാണ് പറയുന്നത്. അപ്പോൾ മാറ്റം എന്താണ്? യഫ്അലു ഉള്ളത് യുഫ്അലു ആയി. നമ്മൾ മാലിയിലെ ഒരു മാറ്റത്തിനോട് നമ്മൾ ബന്ധപ്പെടുത്തി പഠിക്കാൻ കുറച്ച് സിമ്പിൾ ആയിരിക്കും. ഫഅല എന്നുള്ളത് ഒരാൾ ചെയ്തു എന്നാണ്. അപ്പൊ അത് മജൂലായപ്പോ അതിലെന്താണ് മാറ്റം വന്നത്? ഫുഇല എന്നാണ് ആയത്. ഓക്കെ, ഫഅല എന്നുള്ളത് ഫുഇല എന്നായിരുന്നു ആയത്. ഇവിടെ സെയിം സാധനം മാറൂഫ് മജൂലാകുമ്പോ യഫ്അലു എന്നുള്ളത് യുഫ്അലു എന്നാവും. യഫ്അലു എന്നുള്ളത് യുഫ്അലു എന്നാവും. അപ്പൊ രണ്ട് മാറ്റങ്ങളാണ് നടക്കുന്നത്. ആദ്യം മാദി പറഞ്ഞോടത്ത് എങ്ങനെയാണ് മാറ്റം നടന്നത്? ഫഅല എന്നുള്ളത് ഫുഇല എന്നായി. അപ്പൊ അവിടെ ആദ്യത്തതിന് ഫാഇന് എന്തായി? ലൊമ്മ ചെയ്തു, ഐനിന് കസ്റും ചെയ്തു. അങ്ങനെയാണ് ഫഅല ഫുഇല ആയത് അല്ലെ? ഇവിടെയും രണ്ട് മാറ്റങ്ങൾ, രണ്ട് ഹർക്കത്തുകൾ മാറുന്നുണ്ട്. ഏതൊക്കെയാണ്? യഫ്അലു എന്നുള്ളത് യുഫ്അലു എന്നാവും. ഓക്കെ, യഫ്അലു അത്ര മാറ്റം പ്രകടമല്ല. ഇനിയിപ്പോ നമ്മൾ ജലസ യജ്ലിസു നോക്കുക. ജലസ യജ്ലിസു എന്നുള്ളത് യുജ്ലസു എന്നാവും. അപ്പൊ ഇവിടൊക്കെ മാറ്റം വന്ന് യാഇന്റെ ഹർക്കത്ത് മാറി. ഓക്കെ, യഫ്അലു ഉള്ളത് അതിന് നമ്മ കൊടുത്തു, അപ്പൊ യുഫ്അലു ആയി. ഇനി ആ ഐനുണ്ടല്ലോ, ഐനിനും എന്ത് ഫത്ത് കൊടുത്തു. ഓക്കെ, അപ്പൊ ജലസ യുജ്ലസു ആവും. യഹ്ബിസു എന്നുള്ളത് യുഹ്ബസു എന്നാവും. യഫ്അലു എന്നുള്ളത് യുഫ്അലു എന്നാവും. അതാണ് ഈ മുസ്തഖ്ബിൽ മജ്ഹൂലിലേക്ക് വരുമ്പോ ഈ പദത്തിന് വേർഡിന് സംഭവിക്കുന്ന മാറ്റം. ഓക്കെ, ക്ലിയർ അല്ലേ? ഹലോ, ഓക്കെ ആണോ? ഇനി നോക്കുക, ഇത് അറത്തൻ തജ്ജല, അത് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ അറബിയിൽ എഴുതിയെന്നേ ഉള്ളൂ. ഇത് അറത്തൻ തജ്ജാലൽ മുസ്തഖ്ബില മജ്ഹൂലൻ. അപ്പൊ ഒരു മുസ്തഖ്ബില് നിന്റെ കയ്യിലുണ്ട്, അതിനെ എന്താക്കാന്? മജ്ഹൂലാക്കാൻ ഉദ്ദേശിച്ചാൽ ഫള്ളും അലാമത്തുൽ ഇസ്തിഖ്ബാലി, അലാമത്തുൽ ഇസ്തിഖ്ബാലിനെ നീ ലൊമ്മ ചെയ്യണം. അലാമത്തുൽ ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പറഞ്ഞില്ലേ, മുദാരിയായ മുസ്തഖ്ബിലായ ഫീൽ ഉണ്ടാവുമ്പോ അതിന്റെ തുടക്കത്തിൽ അത്തീന, ആ നാലെണ്ണത്തിൽ പെട്ട ഒരു ഫീല് വരും അല്ലെ? ആ ഒരു അരാക്ഷരം വരും. യഫ്അലു ആണെങ്കിലും തഫ്അലു ആണെങ്കിലും നഫ്അലു ആണെങ്കിലും മഫ്അലു ആണെങ്കിലും ഒക്കെ അവിടെ
അത്തൈന ആ 4 അക്ഷരത്തിൽ നിന്നുള്ള അലിഫ്, താ, യാ, നൂന് ഇതിൽ നിന്നുള്ള ഒരു അക്ഷരമുണ്ട്. അപ്പൊ ആ അക്ഷരത്തിന് അതാണ് അലാമത്തുൽ ഇസ്തിഖ്ബാല്. അപ്പൊ ഒരു മുസ്തഖ്ബില് ആണോന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിൽ അലാമത്തുൽ ഇസ്തിഖ്ബാൽ ഉണ്ടാവും. ഈ തുടക്കത്തിൽ ഈ 4 അക്ഷരങ്ങൾ ഏതെങ്കിലും ഉണ്ടാവും. എന്താണെങ്കിൽ ആ ഫീലും മുസ്തഖ്ബിലാണെങ്കിൽ. ഓക്കെ, അതാണ് അലാമത്തുൽ ഇസ്തിഖ്ബാൽ എന്ന് പറയാൻ കാരണം. മുസ്തഖ്ബിലാണ് എന്നതിന്റെ അടയാളാണ് ഈ പറഞ്ഞ 4 അക്ഷരങ്ങൾ തുടക്കത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ആ അക്ഷരത്തിന് അലാമത്തുൽ ഇസ്തിഖ്ബാലാകുന്ന അക്ഷരത്തിന് ലൊമ്മ് ചെയ്യാം. അതാണ് ഇവിടെ യഫ്അലു എന്നുള്ളത് യുഫ്അലു എന്നായില്ലേ, ഇവിടെ ലൊമ്മ് ചെയ്തു. പിന്നെ വഫ്തഹ് ഐനൽ ഫീലി, പിന്നെ ഐൻ ഫീൽ, ഐനിന്റെ സ്ഥാനത്തുള്ള ഫീൽ ഉണ്ടല്ലോ, ഇതാണ് അപ്പൊ ലാസ്റ്റത്തെ രണ്ടാമത്തെ അക്ഷരം, അതാണ് ഇവിടെ ഐനന്റെ സ്ഥാനത്തുള്ളത്. അതാണ് ഐനുൽ ഫീലിനെ എന്താക്കുക, ഫത്ഹ് ചെയ്യുക. അപ്പൊ യഫ്അലു എന്നുള്ളത് യുഫ്അലു എന്നായി. അപ്പൊ നീ പറയും യുഫ്അലു എന്ന് പറയും. അപ്പൊ യുഫ്അലു എന്ന് പറയുമ്പോ എന്തായിരിക്കും അർത്ഥം? ഒരാൾ പ്രവർത്തിക്കപ്പെടുന്നു, അല്ലെങ്കിൽ പ്രവർത്തിക്കപ്പെടും എന്നാണ്. പ്രവർത്തിക്കപ്പെടുക വെച്ചാല് അയാളല്ല ചെയ്യുന്നത്, ഓപ്പറേഷൻ ചെയ്യപ്പെടാൻ അറിയില്ലേ, അതേമാതിരി പ്രവർത്തിക്കപ്പെടുക, ഒരു പ്രവർത്തനം ഒരാളുടെ മേലിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അതാണ് യുഫ്അലു എന്ന് പറഞ്ഞ അർത്ഥം. ഇനി അത് നമ്മൾ മുമ്പ് പഠിച്ച ഹുവ, ഹുമാ, ഹും എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറിൽ അപ്ലൈ ചെയ്യാണ് ഈ സർഫാക്കുമ്പോൾ സംഭവിക്കുന്നത്. നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കി, ഒന്ന് സർഫാക്കി നോക്കി. ഇങ്ങനെ യുഫ്അലു, യുഫ്അലാനി, യുഫ്അലൂന, തുഫ്അലു, തുഫ്അലാനി, യുഫ്അൽന, തുഫ്അലു, തുഫ്അലാനി, തുഫ്അലൂന, തുഫ്അലീന, തുഫ്അലാനി, തുഫ്അൽന, ഉഫ്അലു, നുഫ്അലു. ഓക്കെ, ഒന്നുകൂടി 2 വട്ടം ഇങ്ങനെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കണേ. ഈ മജൂല് ഭാഷയിൽ അധികം യൂസ് ചെയ്യുന്ന ഒരു കാര്യമല്ല, പക്ഷെ എന്നാലും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത് അറിയണമല്ലോ. മലയാളത്തിലും അങ്ങനെ തന്നെയല്ലേ. പത്രത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫീലൊക്കെ പറയുമ്പോൾ കുറച്ച് സന്ദർഭങ്ങളിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, മജൂല് യൂസ് ചെയ്യുള്ളൂ. കാരണം അത് പത്രത്തിൽ കൊല്ലപ്പെട്ടു പറയാനൊക്കെയാണ് സ്വാഭാവികമായിട്ട് യൂസ് ചെയ്യാം. അത് അറബിയിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോ എന്നാലും നമ്മൾ ഇത് പഠിച്ചിരിക്കണം. ഭാഷ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, എല്ലാ വാക്കുകളും. ഇനിയിപ്പോ ഏത് വേർഡ് കണ്ടു കഴിഞ്ഞാലും നമുക്കത് തിരിച്ചറിയാൻ പറ്റണം, ഇത് മുസ്തഖ്ബിലാണോ മാദിയാണോ എന്നൊക്കെ. എന്നിട്ട് ചിലപ്പോ എന്ത് ചെയ്യും, അർത്ഥം അറിയാത്ത വാക്കുണ്ടാവും. ഇപ്പൊ ഡിക്ഷണറി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കിട്ടും, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ യുഫ്അലു എന്ത് ചെയ്യാം, കുറച്ച് വട്ടം ഇങ്ങനെ സർഫാക്കി വെക്കാം. അപ്പൊ അത് പഠിയും. മറ്റേ എഫ്അലു പോലെ തന്നെയാണ്. എഫ്അലു ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ യുഫ്അലും ക്ലിയർ ആവും. യുഫ്അലു, യുഫ്അലാനി, യുഫ്അലൂന, തുഫ്അലു, തുഫ്അലാനി, യുഫ്അൽന, തുഫ്അലു, തുഫ്അലാനി, തുഫ്അലൂന, തുഫ്അലീന, തുഫ്അലാനി, തുഫ്അൽന, ഉഫ്അലു, നുഫ്അലു. ഓക്കെ, അപ്പൊ അങ്ങനെ അർത്ഥം വരിക, ഒരു പുരുഷൻ പ്രവർത്തിക്കപ്പെടും, 2 ആള് പ്രവർത്തിക്കപ്പെടും, പിന്നെ കുറെ ആൾക്കാര്, പിന്നെ സ്ത്രീയിലേക്ക് വന്നു. തുഫ്അലു എന്ന് പറഞ്ഞാൽ അവൾ, ഒരു സ്ത്രീ പ്രവർത്തിക്കപ്പെടും. തുഫ്അലാനി എന്ന് പറഞ്ഞാൽ അവർ 2 സ്ത്രീകൾ. യുഫ്അൽന എന്ന് പറഞ്ഞാൽ അവർ കുറെ സ്ത്രീകൾ. പിന്നെ തുഫ്അലു ആണ് വരുന്നത്. അപ്പൊ ആദ്യം തുഫ്അലു ഉണ്ട്, പിന്നെ തുഫ്അലു ഉണ്ട്. അപ്പൊ അതൊക്കെ സാഹചര്യത്തിൽ മനസ്സിലാക്കണം. ഈ തുഫ്അലു കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു പെണ്ണിനെയാണോ, അതോ പിന്നെ മുഖാത്തബായ ഹാദിറായ ആണിനെയാണോ ഉദ്ദേശിച്ചതെന്ന് ആ സന്ദർഭത്തിൽ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി തുഫ്അലു, തുഫ്അലാനി, തുഫ്അലൂന, തുഫ്അലീന, തുഫ്അലാനി, തുഫ്അൽന. തുഫ്അൽന വരുമ്പോ നിങ്ങൾ കുറെ സ്ത്രീകൾ പ്രവർത്തിക്കപ്പെട്ടു. ഓക്കെ, ഉഫ്അലു, നുഫ്അലു. ഉഫ്അലു എന്ന് പറഞ്ഞാല് ഞാൻ പ്രവർത്തിക്കപ്പെട്ടു. നുഫ്അലു അല്ലെ, ഞാൻ പ്രവർത്തിക്കപ്പെടും. നുഫ്അലു എന്ന് പറഞ്ഞാല് ഞങ്ങൾ പ്രവർത്തിക്കപ്പെടും. ഓക്കെ, അതങ്ങനെയാണ് അതിന്റെ സർഫുള്ളത്. ഇനി ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ പഠിക്കാനുള്ളതാണ് ഇതിന്റെ മംഫിയും. ഇപ്പൊ പഠിച്ചത് ഫീല്, മുസ്തഖ്ബില്, മജ്ഹൂല്, മുസ്ബത്തായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളതോ മുസ്തഖ്ബില്, മജ്ഹൂല്, മംഫി. മുസ്തഖ്ബില്, മജ്ഹൂല്, മുസ്ബത്തല്ല, മുസ്തഖ്ബില്, മജ്ഹൂല്, മംഫി. ഓക്കെ, എന്താണ് വരുന്ന കാലത്ത്
ഒരാളെ അപ്പൊ ഒരാൾ കൊല്ലപ്പെടുകയില്ല, അയാൾക്ക് അടി കിട്ടൂല, ഞാൻ അയാളെ സംരക്ഷിക്കും, അങ്ങനെയൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടാവല്ലോ. അപ്പൊ ആ സമയത്താണ് ഇത് യൂസ് ചെയ്യാം. ഒരാൾ പ്രവർത്തിക്കപ്പെടുകയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? രണ്ടർത്ഥമുണ്ട്. അത് ഒരു മുസ്തഖ്ബിലിന്റെ രണ്ടർത്ഥങ്ങളുണ്ട്. നമ്മളാദ്യം പറഞ്ഞില്ലേ, മാലി മുസ്തഖ്ബിൽ മാറൂഫ് പഠിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞില്ലേ. യഫ്അലു എന്ന് പറഞ്ഞാല് രണ്ടർത്ഥത്തിനും പറയാൻ പറ്റും. ഓക്കെ, അറബിയിൽ രണ്ടർത്ഥത്തിനും ഒരേ വാക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോ ഇപ്പൊ നടക്കുന്നു എന്നുള്ള അർത്ഥത്തിനും ഇനി വരാൻ പോകുന്നു എന്നുള്ള അർത്ഥത്തിനും യഫ്അലു ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോ മുസ്തഖ്ബിലിന്റെ അർത്ഥമാണത്. മുസ്തഖ്ബിലിന് അങ്ങനെ രണ്ടർത്ഥങ്ങളുണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മള് അതിന്റെ അടുത്തത് ഇനി മംഫിയായി. മംഫി ആവുമ്പോ സിമ്പിൾ ആണ്. യഫ്അലു ലാ യഫ്അലു ആയ പോലെ യഫ്അലു ലാ യഫ്അലു ആയ പോലെ യുഫ്അലു എന്ത് ചെയ്യും? ലാ യുഫ്അലു ആവും. ഓക്കെ, ലാ യുഫ്അലു, ലാ യുഫ്അലാനി, ലാ യുഫ്അലൂന, ലാ തുഫ്അലു, ലാ തുഫ്അലാനി, ലാ യുഫ്അൽന, ലാ തുഫ്അലു, ലാ തുഫ്അലാനി, ലാ തുഫ്അലൂന, ലാ തുഫ്അലീന, ലാ തുഫ്അലാനി, ലാ തുഫ്അൽന, ലാ ഉഫ്അലു, ലാ നുഫ്അലു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ വരിക? അവനൊരു പുരുഷൻ ചെയ്യപ്പെടുകയില്ല, അവർ രണ്ട് പുരുഷന്മാർ ചെയ്യപ്പെടുകയില്ല, അവർ കുറെ പുരുഷന്മാർ ചെയ്യപ്പെടുകയില്ല, അങ്ങനെയാണ്. ഓക്കെ, ഇതും എന്ത് ചെയ്യാ, ഒന്ന് സർഫാക്കി നോക്കി. ലാ യുഫ്അലു, ലാ യുഫ്അലാനി, ലാ യുഫ്അലൂന, ലാ തുഫ്അലു, ലാ തുഫ്അലാനി, ലാ യുഫ്അൽന, ലാ തുഫ്അലു, ലാ തുഫ്അലാനി, ലാ തുഫ്അലൂന, ലാ തുഫ്അലീന, ലാ തുഫ്അലാനി, ലാ തുഫ്അൽന, ലാ ഉഫ്അലു, ലാ നുഫ്അലു. ഓക്കെ, അപ്പൊ അത് മറ്റേതിന്റെ അതേ സ്ട്രക്ചറിൽ തന്നെ ആദ്യമുള്ള 6 ഓയിബിനാണ്. അതിൽ തന്നെ ഫസ്റ്റത്തെ 3 മുദക്കറിനാണ്, പിന്നത്തെ 3 മുഅന്നസിനാണ്. പിന്നെ പറയുന്ന 6 ആർക്കാണ്? ഹാദിറിനാണ്. ഇപ്പൊ സ്ഥലത്തുള്ള ആൾക്കാരോട് പറയണതാണ്. അതിൽ തന്നെ ഫസ്റ്റ് 3 ആണുങ്ങൾക്കാണ്, പിന്നെയുള്ള 3 പെണ്ണുങ്ങൾക്കാണ്, പിന്നെ അവസാനത്തെ 2 മുത്തക്കല്ലിമിനുള്ളതാണ്. ഓക്കെ, മുത്തക്കല്ലിമി വഹദാനും പിന്നെ കുറെ ആൾക്കാരുണ്ടാവാണ് മുത്തക്കല്ലിമിനും. ഓക്കെ, ഈ ടേംസ് ഒക്കെ നമ്മൾ കുറേ ആയി യൂസ് ചെയ്യുന്നു. അപ്പൊ അതൊക്കെ എന്താ പറയുക, ഫെമിലിയർ ആയിട്ടുണ്ടാവുമല്ലോ. എന്താ പറയാ, ആലോചിക്കേണ്ട ആവശ്യം വരരുത്. മുത്തക്കല്ലിം എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ മനസ്സിലാവണം, അത് ഞാൻ ചെയ്തു, ഞാൻ ചെയ്യും എന്നതിനെ സൂചിപ്പിക്കാനാണ് മുത്തക്കല്ലിം എന്ന് പറയാം. ഹാദറും ഗായിബും ഒക്കെ അതേപോലെ തന്നെ. ഓക്കെ, ഇത് നമ്മൾ വിശദീകരിക്കൂല, അതൊക്കെ നമ്മൾ തുടക്കത്തിൽ വിശദീകരിച്ച് പോയതാണല്ലോ. പിന്നെ ഇനി യുദ്റബ് ഒന്ന് ഇതേ രൂപത്തിൽ സർഫാക്കി നോക്കാം. യുദ്റബു, ലൊറബ, യദ്രിബു എന്നുണ്ടാവാം. ഓക്കെ, യദ്രിബു എന്നുള്ളതിൽ മജൂഹുലാക്കുമ്പോൾ എന്തൊക്കെ മാറ്റം വരും? തുടക്കത്തിൽ നൊമ്പ് ചെയ്യും, അവസാനത്തിന് മുമ്പ് ഫത്തുഹും ചെയ്യും. അപ്പൊ യദ്രിബു എന്നുള്ളത് യുദ്റബു എന്നായി. ഓക്കെ, ഈ യദ്രിബു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അർത്ഥം? അവനൊരു പുരുഷൻ അടിക്കും എന്നായിരുന്നു. ഇനി യുദ്റബു എന്ന് പറഞ്ഞാലോ, അവനൊരു പുരുഷൻ അടിക്കപ്പെടും, അവനൊരു പുരുഷൻ അടി കിട്ടും എന്ന് പറയാം. അവന് അടി കിട്ടും, അവർക്ക് 2 പേർക്ക് അടി കിട്ടും, അങ്ങനെയാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ പോവാം. അപ്പൊ യുദ്റബു, യുദ്റബാനി, യുദ്റബൂന, തുദ്റബു, തുദ്റബാനി, യുദ്റബ്ന, തുദ്റബു, തുദ്റബാനി, തുദ്റബൂന, തുദ്റബീന. തുദ്റബീന എത്തുമ്പോ എന്താവും? നീ ഒരു സ്ത്രീ അടിക്കപ്പെടും, നിനക്ക് അടി കിട്ടും. നീ ഒരു സ്ത്രീനോട് പറയുകയാണെന്ന് നിനക്ക് അടി കിട്ടുമെന്ന്, ഇപ്പോഴാണ് തുദ്റബീന പറയാം. തുദ്റബാനി, തുദ്റബ്ന. ഇനി കുറെ സ്ത്രീകളോട് പറയുകയാണെന്ത്, നിങ്ങൾക്ക് അടി കിട്ടും എന്ന് പറയുകയാണെങ്കിലോ തുദ്റബ്ന എന്ന് പറയും. ഓക്കെ, ഇനി എനിക്ക് അടി കിട്ടും എന്ന് ഇങ്ങനെ ഞാൻ പറയാണ്, നാളെ എഴുതി കൊണ്ടുപോയില്ലെങ്കിൽ, പഠിച്ചില്ലെങ്കിൽ ഉസ്താദ് അടിക്കും. ഓക്കെ, അങ്ങനെ ഒരു ഉദ്റബു, അപ്പൊ അവന് ഉദ്റബു എന്ന് പറയാം. നുദ്റബു, നുദ്റബു എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് അടി കിട്ടും എന്ന്. ഇനി ഇനി അതിന്റെ നേരെ നഫിയിലേക്ക് വരുമ്പോഴോ, ലാ യുദ്റബു, ലാ യുദ്റബാനി, ലാ യുദ്റബൂന, ലാ തുദ്റബു,
തുദ്റബാനി ലാ യുദ്റബ്ന, ലാ തുദ്റബു ലാ തുദ്റബാനി ലാ തുദ്റബൂന, ലാ തുദ്റബീന ലാ തുദ്റബാനി ലാ തുദ്റബ്ന, ലാ ഉദ്റബു ലാ നുദ്റബു. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയില്ലേ? മുസ്തഖ്ബില് മജ്ഹൂല് രണ്ടെണ്ണം ഉണ്ട്. മുസ്തഖ്ബിൽ മജ്ഹൂല് മുസ്ബത്തും ഉണ്ട്, മുസ്തഖ്ബിൽ മജ്ഹൂല് മൻഫിയും ഉണ്ട്. അത് രണ്ടും നമ്മൾ പറഞ്ഞു. ആ ലാ യുഫ്അലു എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ പ്രവർത്തിക്കപ്പെടുകയില്ല. യുഫ്അലു എന്ന് പറഞ്ഞാൽ എന്താ, ക്ലിയർ ആയോ? യുഫ്അലു എന്ന് പറഞ്ഞാൽ എന്താ? പ്രവർത്തിക്കപ്പെടും. ആ ആ അപ്പൊ അതിന്റെ നെഫിയാണ്, അതിന്റെ മൻഫിയായ രൂപമാണ് ലാ വരുമ്പോ. ഇപ്പൊ എഫ് അലു ലാ എഫ് അലു എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞില്ലേ, എഫ് അലു എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ ചെയ്യും, ലാ എഫ് അലു എന്ന് പറഞ്ഞാൽ ചെയ്യൂല, അങ്ങനെയായിരുന്നു. യുഫ് അലു എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെടും, ലാ യുഫ് അലു അല്ല, യുഫ് അലു എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെടും, ലാ യുഫ് അലു എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെടുകയില്ല. ഓക്കെ, യുഫ് അലു എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ ചെയ്യപ്പെടുകയില്ല. ആ യുഫ് അലുവിന്റെ നേരെ നെഗറ്റീവായ അർത്ഥമായിരിക്കും. യുഫ് അലു പോസിറ്റീവ് അർത്ഥമാണ്, കാരണം മുസ്ബത്താണ്. ലാ യുഫ് അലു ആകുമ്പോൾ മംഫി ആണ്, അപ്പൊ നെഗറ്റീവായ അർത്ഥം വരും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അതിന്റെ ആക്ടിവിറ്റീസ് കൂടെ നോക്കിയാലോ. അപ്പൊ കുറെ വേർഡ്സ് അതിലുണ്ട്, നമുക്ക് അതും കൂടി പരിചയമാവും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതാണ് ചോദിച്ചത്, കൈഫ നജുൽ മുസ്തഖ്ബിൽ മാറൂഫ് മജ്ഹൂലൻ. മുസ്തഖ്ബിൽ മാറൂഫിനെ മജ്ഹൂൽ എങ്ങനെ ആക്കാം? എങ്ങനെയാണ് മുസ്തഖ്ബിൽ മാറൂഫിനെ മജ്ഹൂലാക്കുക? എങ്ങനെയാണ് ആക്കുക? ഒരു മുസ്തഖ്ബിൽ മാറൂഫായ സാധനം ഉണ്ട്. ഓക്കെ, അതിനെങ്ങനെയാണ് മജ്ഹൂലാക്കുക? നമ്മൾ പറഞ്ഞല്ലോ. എങ്ങനെ? ആ പിന്നെ അത്ര മാത്രം മതിയോ? യെസ്, അയിൻഫീലിന് പത്തും. ഫസ്റ്റ് നമ്മ അയിൻഫീലിന് പത്തും കൂടി കൊടുത്താൽ എന്ത് ചെയ്യും? അത് മജ്ഹൂലാവും. മാറൂഫ് ഉള്ളത് മജ്ഹൂലാവും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. ഇനി ഇനി ഇത് നോക്കി, യുദറബു. അപ്പൊ തുടക്കത്തിൽ തന്നെ എന്താണ്? യുദറബു ആണ്. അപ്പൊ അതും ലൊമീർ വെച്ചിട്ട് എഴുതാനുള്ളതാ കേട്ടോ. യുദറബു പ്ലസ് ഹും ആകുമ്പോ യുദറബൂന എന്ന് വരും. യുദറബു ഇങ്ങനെ സർഫാക്കി വെക്കാൻ പറ്റും. യുദറബു, യുദറബാനി, യുദറബൂന. ക്ലിയർ ആയി. യുദറബു പറഞ്ഞാൽ എന്താണ്? അടിക്കപ്പെടുക. യുക്കബലു എന്ന് പറഞ്ഞാൽ എന്താ? പിടിക്കപ്പെടുക എന്നർത്ഥം. കമ്പല എന്നൊക്കെ പറഞ്ഞാൽ പിടിച്ചു, പോലീസ് പിടിച്ചു എന്നൊക്കെ പറയില്ലേ, അതാണ് യുക്കുംബലു. അപ്പൊ അവന് പിടിക്കപ്പെട്ടു, അവൻ ആരോ പിടിച്ചോണ്ടുപോയി. കള്ളന്മാരാവാം, വേറെ ആരെങ്കിലും ആവാം. ഓക്കെ, പോലീസ് ആവാം. യുക്കുംബലു പിടിച്ചു. ആരെയാണ്? അൻതുന്ന, നിങ്ങളെ പിടിക്കപ്പെടും എന്നാണ് ഇപ്പൊ പറയേണ്ടത്. നിങ്ങൾ അൻതുന്ന എന്ന് പറയുമ്പോ നിങ്ങൾ കുറെ സ്ത്രീകളല്ലേ. അൻത അൻതുമ അൻതും അൻതി അൻതുമ അൻതുന്ന. ഓക്കെ, അത് ആ സ്ട്രക്ചർ ഓർമ്മ പറഞ്ഞു കേട്ടോ. ഹുവ ഹുമ ഹും, ഹിയ ഹുമ ഹുന്ന, അൻത അൻതുമ അൻതും അൻതി അൻതുമ അൻതുന്ന. അപ്പൊ അൻതുന്ന എന്ന് പറഞ്ഞാല് നിങ്ങൾ കുറെ സ്ത്രീകൾ. ഓക്കെ, നിങ്ങൾ കുറെ സ്ത്രീകൾ എന്താക്കിന്നാ പറഞ്ഞത്? അത് യുക്ബദു, പിടിക്കപ്പെടും. അപ്പൊ യുക്ബദു പ്ലസ് അൻതുന്ന വരുമ്പോ തുക്ബദു, തുക്ബദാനി, തുക്ബദൂന, തുക്ബദീന, തുക്ബദാനി, തുക്ബദിന. ഓക്കെ, തുക്ബദിന എന്ന് വരും. അപ്പൊ എന്തർത്ഥം വന്നു? നിങ്ങൾ കുറെ സ്ത്രീകൾ പിടിക്കപ്പെടും എന്നർത്ഥം വന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ സെന്റൻസ് ഉണ്ടാക്കുക. ഇനി യുൻസറു, നസറ എന്ന് പറഞ്ഞാൽ സഹായിക്കുക. യുൻസറു എന്നപ്പോ പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? സഹായിക്കപ്പെടുക. ഓക്കെ, സഹായം കിട്ടുക. നിങ്ങൾക്ക് സഹായം കിട്ടും എന്ന് പറഞ്ഞു.
അതന്നെ അൻതുമാണ്. അൻതുമാണ് അവിടെ കൂട്ടാനുള്ളത്. അപ്പൊ യുൻസറു പ്ലസ് അൻതും. അപ്പോ സർഫാക്കി നോക്കുമ്പോൾ അത് കിട്ടും. യുൻസറു യുൻസറാനി യുൻസറൂന തുൻസറു തുൻസറാനി യുൻസർന തുൻസറു തുൻസറാനി തുൻസറൂന. ഓക്കെ, അങ്ങനെ സർഫാക്കി നോക്കുമ്പോൾ അൻതുമിന്റെ സ്ഥാനത്തെത്തി. അതാണ് തുൻസറു തുൻസറാനി തുൻസറൂന. അപ്പൊ എങ്ങനെയാണ് അർത്ഥം വരിക? നിങ്ങൾ കുറെ പുരുഷന്മാർ സഹായിക്കപ്പെടും. നിങ്ങൾ കുറെ പുരുഷന്മാർ സഹായിക്കപ്പെടും. ഓക്കെ, ഇനി യുഹ്ദമു. യുഹ്ദമു എന്ന് പറഞ്ഞാൽ ഹദമ എന്ന് പറഞ്ഞാൽ സേവനം ചെയ്യാന്ന്. അപ്പൊ സേവനം ചെയ്യപ്പെടും. നിങ്ങൾക്ക് ആൾക്കാർ എന്ത് ചെയ്യും? സേവനം ചെയ്യും. നിങ്ങൾ സേവനം ചെയ്യുന്നല്ല കേട്ടോ. അപ്പൊ അതിനാണ് ഈ യഹ്ദമു എന്നാ പറയാ. ഇവിടെ യുഹ്ദമു എന്നല്ലേ പറഞ്ഞത്? അപ്പൊ അത് മജൂലാണ്. അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ളവർ വന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് സേവനം ചെയ്തു തരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അത് പ്ലസ് ഹും, അതിന്റെ കൂടെ ഹും കൂട്ടിയാല് അപ്പൊ എങ്ങനെയായിരിക്കും വരിക? അപ്പൊ എങ്ങനെയായിരിക്കും ഫീൽ വരിക? സർഫ് നോക്കി. ഉം എങ്ങനെ? യുഹ്ദമൂന. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, മാഷാ അല്ലാഹ്. പകലായിട്ട് പ്രശ്നമൊന്നുമില്ല, റെഡി ആവുന്നുണ്ട് കേട്ടോ ക്ലാസ്സിലെ. നീ യുഹ്ദമു, നീ യുസ്മഉ. ഇനി അതേപോലെ തന്നെയാണ് ബാക്കി ചെയ്യാനുള്ളത്. യുസ്മഉ എന്ന് പറഞ്ഞാൽ കേൾക്കപ്പെടുക, സംസാരം കേൾക്കപ്പെടുക എന്നൊക്കെ പറയില്ലേ, കേൾ യുസ്മഉ. ഓക്കെ, ഇനി യുദ്ക്കറു എന്ന് പറഞ്ഞാല് ഓർക്കപ്പെടുക. ദിക്റൊക്കെ ഉണ്ടല്ലോ, ഓർക്കുക ആണ് യുദ്ക്കറു, ഓർക്കപ്പെടുക. ഇനി യുദ്ലമു. യുദ്ലമു എന്ന് പറഞ്ഞാൽ ആക്രമിക്കപ്പെടുക എന്നാണ്, ആക്രമിക്കപ്പെടുക. ഇനി യുക്തബു, എഴുതപ്പെടുക. അവരുടെ പേര് അവിടെ എഴുതി വെച്ചു, എഴുതപ്പെട്ടു. ഓക്കെ, അങ്ങനെ പറയില്ല, എഴുതപ്പെടുക. ഇനി യുത്രക്കു, ഉപേക്ഷിക്കപ്പെടുക. കണ്ട, അന യുത്രക്കു പ്ലസ് അനയാണ് അവിടെ വന്നത്. യുത്രക്കു എന്ന് പറഞ്ഞാൽ ഒഴിവാക്കപ്പെടുക. അപ്പൊ അന എന്ന് പറഞ്ഞാൽ ഞാൻ. അപ്പൊ എന്നെ ഒഴിവാക്കപ്പെട്ടു, ഞാൻ ഒഴിവാക്കപ്പെട്ടു, ഞാൻ ഉപേക്ഷിക്കപ്പെട്ടു. ഓക്കെ, തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയാം. അപ്പൊ അവിടെ യുത്രക്കു പ്ലസ് അന, അതെങ്ങനെ വരിക? ഇങ്ങനെ യെസ്, ഉത്തറക്കു. ഉത്തറക്കു പറഞ്ഞപ്പോൾ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടു. Okay, ഇതിന്റെ അറിയാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ നമ്മളെ ഡിക്ഷണറി ഉണ്ടല്ലോ, ഒരു സൈഡിൽ, നോട്ടിന്റെ ഒരു സൈഡിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഡിക്ഷണറി, അതിലേക്ക് ഇങ്ങനെ കൂട്ടിപ്പോയാൽ എന്ത് ചെയ്യും? ഇനി ആ വേർഡ്സ് വരുമ്പോൾ നമുക്കറിയാം. അറിയാത്ത പുതിയ വേർഡ്സ് വരുമ്പോൾ അത് കൂട്ടാനും ഉപയോഗപ്പെടുത്താൻ പറ്റും. ഈ യുഹബസു എന്ന് പറഞ്ഞാല് ബന്ധിക്കപ്പെടുക. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നലെ സൊബറിനെ പറ്റി പറഞ്ഞല്ലോ. ഹബ്സ് ചെയ്യുക, നമ്മളെ ശരീരത്തിനെ ബന്ധിക്കുക. എന്തില്? പറഞ്ഞ കാര്യങ്ങളിൽ ബന്ധിക്കുക. അതിങ്ങനെ ഒരു ഒഴുക്കിനങ്ങനെ വിട്ടുപോകേണ്ട ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്തുക. അതാണ് ഹബ്സ് ചെയ്യാറ്. യുഹബസ് ജയിലിലാക്കണതിനൊക്കെ ഹബ്സ് ആക്കപ്പെടാൻ പറയും. യുസ്ജന്, സിജൻ എന്ന് പറയും. യുഹബസു, ബന്ധിക്കപ്പെടാന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു സ്ത്രീ ബന്ധിക്കപ്പെട്ടു എന്നാ പറയേണ്ടത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി എങ്ങനെയാണ് പറയാം. ഓക്കെ, ഇനി യുൽഅനു പറഞ്ഞ ശപിക്കപ്പെടുക. ലഅന പറഞ്ഞ ശപിക്കുക. അപ്പൊ യുൽഅനു ശപിക്കപ്പെടുക. ഒരാളെ ശപിക്കല്ല, ഒരാളെ പറ്റി ശപിക്കപ്പെടുക. ഇബ്ലീസിനെ ശപിക്കപ്പെട്ടു. ഓക്കെ, ഇബ്ലീസിന്റെ സ്വർഗത്തിൽ ശപിക്കപ്പെട്ടു, അങ്ങനെ പറയാം. ഇനി യുൽത്തം പറഞ്ഞാൽ അടി കിട്ടാണ്. അപ്പൊ അവർ രണ്ട്, നിനക്ക് അഞ്ചാണ് അവർ കൂട്ടാനുള്ളത്. അപ്പൊ നിനക്ക് അടി കിട്ടും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിനക്ക് അടി കിട്ടും, അങ്ങനെ പറയാം. ഓക്കെ, അനുഭവം. അപ്പൊ അതാണ് ആക്ടിവിറ്റി. ഇനി അടുത്ത എന്താണ്? ആക്കാനാണ്. ഓക്കെ, യുസ്അലാനി, തുസ്അലാനി, തുസ്അലാനി, തുസ്അലാനി. അപ്പൊ യുസ്അലു പറഞ്ഞാൽ ചോദിക്കപ്പെടാന്ന്. നിങ്ങളോട് വന്നിട്ട് ആൾക്കാർ ചോദിക്കും. അങ്ങനെ പറയില്ലേ, ചോദിക്കപ്പെടും. പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടിയുണ്ടാവും, പഠിക്കുന്ന കുട്ടികളോട് എല്ലാവരും ചോദിക്കും. അപ്പൊ ആ കുട്ടീനോട് പറയണത് അത് തുസ്അലു, ചോദിക്കപ്പെടും. അല്ലെങ്കിൽ എന്താണ്, നാളെ മരിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിക്കപ്പെടും. അതിന് ഈ സാധനം യൂസ് ചെയ്യാറുണ്ട്.
യുസ്അലു യുസ്അലു അമ്മാ തുസ്അലു അമ്മാ യഫ്അൽ. നിങ്ങൾ ചെയ്ത സംഭവങ്ങളെ പറ്റിയൊക്കെ നിങ്ങളോട് ചോദിക്കപ്പെടും. എവിടുന്നാണ് പൈസ ഉണ്ടാക്കിയത്, എങ്ങനെ ചെലവഴിച്ചു എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കപ്പെടും. നിസ്കരിച്ചോ എന്ന് ചോദിക്കപ്പെടും. അപ്പൊ അതിനൊക്കെ യുസ്അലു യൂസ് ചെയ്യാറുണ്ട്. യുസ്അലാനി അതെങ്ങനെയാണ് ജമ്മാക്ക? യുസ്അലൂന. അപ്പൊ സർഫാക്കി വെക്കാൻ മതി. യുസ്അലു യുസ്അലാനി യുസ്അലൂന. ഇനി തുസ്അലു തുസ്അലാനി യുസ്അൽന. തുസ്അലു തുസ്അലാനി തുസ്അലൂന. തുസ്അലീന തുസ്അലാനി തുസ്അൽന. ഓക്കെ. ഇനി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പൊ നമ്മള് ഒരു ഫീല് കണ്ടാല് അതിന്റെ മുസ്തഖ്ബില് മജ്ഹൂല് എടുക്കാൻ പറ്റണം, മനസ്സിലാക്കാൻ പറ്റണം. ഉദാഹരണത്തിന് നോക്കൂ, ഇവിടെ തറക്കാന്ന ഫീല് കൊടുത്തത്. തറക്കന്റെ മുസ്തഖ്ബില് മജ്ഹൂൽ എങ്ങനെ വരിക? യെസ്, തറക്കൻ്റെത് യുത്തുറക്കും എന്നാ വരിക. ഓക്കെ. അപ്പൊ അത് തറക്ക യത്തുറുക്കു എന്നുണ്ടാവുക. തറക്ക യത്തുറുക്കു, പിന്നെ തുരിക്ക യുത്തുറക്കു. ഓക്കെ. ഫഅല ഫഅല യഫ്അലു എന്ന് നമ്മൾ പഠിച്ചു. ഫുഇല യുഫ്അലു ആണ് അതേപോലെ ഉണ്ടാവുക. ഫഅല നമ്മൾ ആദ്യം പഠിച്ചു, പിന്നെ ഫുഇല പഠിച്ചു, പിന്നെ യഫ്അലു പഠിച്ചു, ഇപ്പൊ ഇതാ യുഫ്അലു പഠിക്കുന്നു. ഓക്കെ. അപ്പൊ ഒരേ ഫീൽ തന്നെ. അപ്പൊ ഒരു ഫഅല കിട്ടിയാൽ അതിനെ പല രൂപത്തിലേക്ക് മാറ്റാൻ പഠിച്ചല്ലോ. അപ്പൊ ഈ ഫഅല പോലെ തന്നെയാണ് ബാക്കിയുള്ള ഫീലുകളും. അത് കിട്ടിയാലും ബാക്കിയുള്ള എല്ലാ രൂപത്തിലേക്കും മാറ്റാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇനി തറക്ക, ഹബസ, കബല, ലുറബ, ഖനസ, ഈ ഫീലുകളൊക്കെ ഈ ആക്ടിവിറ്റി പോലെ ചെയ്യാനാണ്. അതിന്റെ തസ്നിയ കൊടുക്കുക, ജമ്മ എഴുതുക. അതിന്റെ രണ്ടാൾക്ക് എങ്ങനെ യൂസ് ചെയ്തെന്ന് എഴുതുക, അതേപോലെ തന്നെ കുറെ ആൾക്ക് എങ്ങനെ യൂസ് ചെയ്തെന്ന് എഴുതുക. ഓക്കെ. ഇത് നമ്മൾ ഇതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ഭാഗമായി. ഈ കൈഫ നജാലുൽ, ഇനി ഇപ്പൊ ഇത് അത് നമ്മൾ എന്താണ്, മുസ്തഖ്ബിൽ മജ്ഹൂൽ മുസ്ബത്താണ് പറഞ്ഞത്. ഈ മുസ്തഖ്ബിൽ മജ്ഹൂൽ മൻഫി ഉണ്ട്. മുസ്തഖ്ബിൽ മജ്ഹൂൽ മൻഫി എങ്ങനെ ആക്കുക? മുസ്തഖ്ബിൽ മജ്ഹൂൽ മുസ്ബത്തിനെ മൻഫി എങ്ങനെ ആക്കുക? എങ്ങനെയാണ് ആക്കുക? ലാമ് ഫസ്റ്റിൽ കൂട്ടിച്ചേർത്താൽ മതി. അപ്പൊ അതാവും. ഓക്കെ. ഇനി ഇതാക്കണേ, നക്റോൽ മിസാല നെൻസുജു അല മിൻവാലി. നമ്മൾ അവിടെ ചെയ്ത അതേ ആക്ടിവിറ്റി തന്നെ. ഇവിടെ ലാമ്പ് കൂടുതലുണ്ടെന്നുള്ളൂ. ലാ യുറബു പ്ലസ് അൻതുമായി. അങ്ങനെ സോൾവാക്കി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലാ യുറബു പ്ലസ് അൻതു ആകുമ്പോൾ ലാ തുറബു ലാ തുറബാനു ലാ തുറബാനി ലാ തുറബൂന എന്ന വരിക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വരിക? നിങ്ങൾ അടിക്കപ്പെടുകയില്ല എന്നാ വരിക. നിങ്ങൾ അടിക്കപ്പെടുകയില്ല. ഇനി ലാ യുഷ്കറു അൻതുന്ന. ലാ യുഷ്കറു ലാ യുഷ്കറാനി ലാ യുഷ്കറൂന ലാ തുഷ്കറു ലാ തുഷ്കറാനി ലാ യുഷ്കർന ലാ തുഷ്കറു ലാ തുഷ്കറാനി ലാ തുഷ്കറൂന ലാ തുഷ്കരീന ലാ തുഷ്കറാനി ലാ തുഷ്കർന എന്ന് വരും. ലാ തുഷ്കർന, അതാണ് അവിടെ വന്നത് കേട്ടോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ശുക്ർ ചെയ്യപ്പെടുക. ശുക്ർ ചെയ്യപ്പെടുക. ഒരാൾ ശുക്ർ ചെയ്യല്ല, ഒരാൾ ശുക്ർ ചെയ്യപ്പെടുക. ഇത് ആൾക്കാർ അവരോട് പോയിട്ട് നന്ദി കാണിക്കുക. ഓക്കെ. ഒരാൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അയാളോട് എന്ത് ചെയ്യും? ആൾക്കാർ നന്ദി കാണിക്കുക. അതാണ് നോർമല് സംഭവിക്കുന്ന കാര്യം. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് പറയാം? ഒന്നും ചെയ്യണ്ട, പിന്നെ ഇപ്പോഴത്തെ കാലത്ത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നമുക്ക് നന്ദി ആരും ചെയ്യൂല എന്ന് പറയും. ഓക്കെ. അപ്പൊ അയാളോട് എന്താണ് പറയേണ്ടത്? നിങ്ങൾ നന്ദി ചെയ്യപ്പെടുകയില്ല എന്നാണ് പറയുന്നത്. മലയാളത്തിൽ യൂസ് ചെയ്യാൻ അങ്ങനെ അത്ര കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല, നന്ദി ചെയ്യപ്പെടുകയില്ല എന്നൊക്കെ. ആരും നിനക്ക് നന്ദി ചെയ്യൂല എന്ന് പറയാം. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരാളോട് പോയിട്ട് പറയാണ് അയാൾ നന്ദി ചെയ്യുന്നല്ല, അയാൾക്ക് വേറെ ആരും നന്ദി ചെയ്യൂല എന്നാണ് പറയണത്. ഓക്കെ. അതാണ് അതിനാണ് ഈ പദം ഉപയോഗിക്കുക കേട്ടോ. മജ്ഹൂൽ അതിനാണ് യൂസ് ചെയ്യാം. യുഷ്കറു. അപ്പൊ സർഫാക്കി വെക്കുമ്പോ എന്താ വന്നു? ലാ തുഷ്കർന എന്ന് വന്നു. ഓക്കെ. ഇനി ലാ യുദ്കറു നോക്കൂ. ലാ യുദ്കറു ഓർക്കപ്പെടുക. അൻതും, അപ്പൊ നിങ്ങൾ ഓർക്കപ്പെടുകയില്ല എന്നാണ് പറയേണ്ടത്. ലാ യുൻസറു യുൻസറു ആകുമ്പോഴോ നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല. അല്ല, അവർ സഹായിക്കപ്പെടുകയില്ല. അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്.
യുസ്മൗ കേൾക്കപ്പെടുക, യുംദഹു സ്തുതിക്കപ്പെടുക, യുക്തരു കൊല്ലപ്പെടുക, യുഹ്സമു ആക്രമിക്കപ്പെടുക, യുഹ്ദമു ഖിദ്മത്ത് ചെയ്യപ്പെടുക, യുക്ഷഫു വെളിവാക്കപ്പെടുക, യുത്രക്കു ഉപേക്ഷിക്കപ്പെടുക. ഓക്കെ. യുബുത്തശു എന്ന് പറഞ്ഞാൽ അടിക്കപ്പെടുക, യുഫ്കദ് പറഞ്ഞാൽ നഷ്ടപ്പെടുക, അവരെ നഷ്ടപ്പെടുകയില്ല, അങ്ങനെ. അപ്പൊ ഇത്തരം ഫീലുകളും അതിനോടുള്ള കൂട്ടിച്ചേർക്കേണ്ട നമീറും അവിടെ ഉണ്ട്. ഉദാഹരണം ഇപ്പൊ നമുക്ക് ലാ യുത്രക്കു കൊടുക്കാം. ലാ യുത്രക്കു പ്ലസ് ഹിയ ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവൾ ഉപേക്ഷിക്കപ്പെടുകയില്ല. അവൾ ഉപേക്ഷിക്കപ്പെടുകയില്ല എന്നാണ് വേണ്ടത്. അപ്പൊ അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ലാ യുത്രക്കു പ്ലസ് ഹിയ വന്നാൽ എങ്ങനെ യൂസ് ചെയ്യാം? എങ്ങനെ പറയാ? ലാ തുത്രക്കു. ഓക്കെ. അല്ലാഹ്, അതാണ് ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? മുസ്തഖ്ബിൽ മജ്ഹൂല് മൻഫിയും, മുസ്തഖ്ബിൽ മജ്ഹൂല് മാറൂഫും, മുസ്തഖ്ബിൽ മജ്ഹൂല് മുസ്ബത്തും, മുസ്തഖ്ബിൽ മജ്ഹൂല് മൻഫിയും. ഓക്കെ, അങ്ങനെ രണ്ട് സംഭവങ്ങളെ പഠിച്ചുള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ യുഫ്അലു ലാ യുഫ്അലു. അപ്പൊ മൊത്തത്തിൽ നമ്മൾ 8 കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ആദിന്റെ 4 പഠിച്ചു, മുലായിന്റെ 4 പഠിച്ചു, അങ്ങനെ 8 പഠിച്ചു. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വരാം. ഓക്കെ. അപ്പോ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യും, ഒന്ന് ആവർത്തിച്ച് നോക്കാം. പിന്നെ ഇതുവരെ ഉള്ളതൊക്കെ ക്ലിയർ അല്ലേ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. കാരണം അടുത്ത ക്ലാസ് മുതൽ നമ്മൾ വേറൊരു രൂപത്തിലേക്കാണ് കടക്കാൻ പോണത്. ലം യഫ്അൽ എന്ന് പറഞ്ഞ ആ രൂപത്തിൽ നിന്ന് മാറ്റമുണ്ട്. അപ്പൊ നമ്മൾ കലിമത്തിന്റെ 4 പറഞ്ഞിരുന്നു അല്ലേ? അല്ല, ഫീലുകൾ 4 പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ് ഫീലുകൾ? മാദി, മുദാരി, മാദി, മുസ്തഖ്ബിൽ, അംറ്, നഹി. അതിൽ മാദി കഴിഞ്ഞു, മാദി 4 കഴിഞ്ഞു. മുസ്തഖ്ബിലിന്റെ 4 ഇപ്പൊ കഴിഞ്ഞു. ഓക്കെ. ഇനി അംറ് നഹിയും കൂടെ ബാക്കിയുള്ളൂ. അപ്പൊ നമ്മൾ പകുതി ഭാഗം ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ 8 പറഞ്ഞു, മാദിയിലെ 4 പറഞ്ഞു, മുസ്തഖ്ബിലിന് 4 പറഞ്ഞു. അതെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നോക്കാം. പിന്നെ പല വാക്കുകൾ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ. ഇൻഷാ അല്ലാഹ്. വേറെ എന്തോ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടോ? എങ്ങനെ? ഓക്കെ. ഇൻഷാ അല്ലാഹ്. എന്നാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.